സമസ്ത ഐക്യ ആഹ്വാനത്തെ സ്വാഗതം ചെയ്ത് AP വിഭാഗം മലപ്പുറത്ത് നടന്ന 100ാം വാർഷികാഘോഷങ്ങളുടെ വിളംബര സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. ഐക്യം കാലം ആവശ്യപ്പെടുന്നത് ഐക്യ ചർച്ചകൾക്ക് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തടസ്സമുണ്ടാകരുതെന്നും പ്രമേയം. ജമാഅത്തിന്റെ ഇടയിൽ കക്ഷിത്വമുണ്ടാവുകയും ഭിന്നിപ്പുകൾ നടക്കുകയും എല്ലാം ചെയ്തത് പണ്ടൊരിക്കൽ ഐക്യസംഘം എന്ന പേരിൽ ഒരു സംഘവുമായി ഇവിടുത്തെ വിധേയ പ്രസ്ഥാനക്കാർ വന്നപ്പോഴാണ്. ഐക്യത്തിന് നമുക്കൊരിക്കലും എതിരില്ല. അനൈക്യമില്ലാത്ത സമയത്ത് ഐക്യം എന്ന പേര് പറഞ്ഞ് അനൈക്യമുണ്ടാക്കുകയാണ് ആ കാലഘട്ടത്തിൽ ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഐക്യവും ഒറ്റക്കെട്ടായ ജീവിതവും തകർക്കുന്ന ഒരു അനൈക്യ പ്രവർത്തനമായിരുന്നു ഐക്യം എന്ന പേരിൽ ഇവിടെ നടന്നത്. ഇന്ത്യയുടെ മതേതര ജനാധിപത്യ പശ്ചാത്തലത്തിനും ബഹുസ്വരതയ്ക്കും നിരക്കാത്തതാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നും പ്രമേയത്തിൽ പറയുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് താവളമൊരുക്കുന്ന അവസരവാദപരമായ നിലപാടുകളിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ സംഘങ്ങളും പിന്മാറണമെന്നും പ്രമേയത്തിൽ. സമൂഹത്തിൻ്റെ സുസ്ഥിരമായ വളർച്ചയ്ക്കും പുരോഗതിക്കും ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണ്. രണ്ട് സമസ്തകൾക്കിടയിലെ ഐക്യചർച്ചകൾക്ക് നേരത്തെ തന്നെ 2 മുഷാവറകളും അംഗീകാരം നൽകിയതും പലതവണ ഒരുമിച്ചിരുന്നതുമാണ്. അതിൻ്റെ നിർമ്മാണാത്മക ഫലങ്ങൾ കേരളം അനുഭവിക്കുന്നുമുണ്ട്. സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യത്തിൽ യോജിച്ച് സൗഹൃദവും ഐക്യവും സാധ്യമാകണമെന്നാണ് നമ്മുടെ താൽപ്പര്യം. അത്തരം ചർച്ചകൾക്ക് ഇനിയും ഞങ്ങൾ സന്നദ്ധവുമാണ്. വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇതിന് വിഘാതമാകുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കണം. വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും ബലത്തിൽ ഒരുമിച്ച് നിന്ന് സ്നേഹത്തിൻ്റെ ലോകം പണിതുയർത്താൻ എല്ലാവരും ഒറ്റക്കെട്ടാകണം. മുസ്ലിം സമുദായം ഒരിക്കലും മതരാഷ്ട്രവാദം അനുകൂലിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഈ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ ഒരു മതരാഷ്ട്രവാദം എന്നുള്ളത് കൊണ്ടുവരിക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. നമുക്ക് നമ്മളെ മതം ശാസിക്കുന്നതനുസരിച്ച് ഇവിടെ ജീവിക്കാൻ സാധിക്കണം. മതരാഷ്ട്രവാദം കൊണ്ടുവന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കീഴിലായിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഒരിക്കലും അത് പ്രായോഗികമല്ല. ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു വിഭാഗത്തിൽ ചില ആളുകൾക്ക് അങ്ങനത്തെ ചില വാദങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനെ നിരുത്സാഹപ്പെടുത്താനുള്ളേക്കാണ് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ശ്രമിക്കേണ്ടത്. അപ്പോൾ അവർക്ക് ആ നിലക്കൊരു അംഗീകാരം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആശയം സമസ്ത കേരള ജമിയത്തുമായി വിഭാവനം ചെയ്യുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയത്തിനോട് പൂർണ്ണമായും എതിരുള്ള ആശയങ്ങളാണ്. അതിനെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവരെ രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ പറ്റിയൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞങ്ങളെ മേഖലയല്ല. ഇതിനിടെ AP സമസ്ത സെക്രട്ടറി ഖലീൽ ബുഖാരി തങ്ങൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. മലപ്പുറത്ത് വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത്. എല്ലാ ഭരണകർത്താക്കളുമായി ചർച്ച നടത്താറുണ്ടെന്നും സൗഹൃദ ചർച്ച എല്ലാം പുറത്തു പറയാൻ പറ്റില്ലെന്നും ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. സ്ഥിരമായിട്ട് നടക്കുന്നതാണല്ലോ. ഭരിക്കുന്നവരാരാണെങ്കിലും അവരായിട്ടുള്ള കാര്യങ്ങൾ സൗഹൃദ ബന്ധം ഞങ്ങൾ മുമ്പേ സ്ഥാപിക്കുന്നതാണ്. ഞങ്ങൾ അവരുമായി ആശയവിനിമയങ്ങളൊക്കെ നടത്തുന്നതാണ്. അതിപ്പോൾ സൗഹൃദ ബന്ധം ഇപ്പോൾ ഇത് പറയാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഞങ്ങളെ നിലപാട് നിങ്ങൾക്കറിയാലോ. ഞങ്ങൾ രാഷ്ട്രീയ കക്ഷിയല്ല. ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയമില്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഞങ്ങളുടെ നിലപാട് അതാത് സമയത്ത് ഞങ്ങളുടെ അപെക്സ് ബോഡി കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് ഞങ്ങൾ അറിയിക്കലാണ് പതിവുള്ളത്. ഇരുവിഭാഗം സമസ്തയും സുന്നി ഐക്യത്തെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ഇനി എന്ത് എന്നതാണ് ചോദ്യം. ഉപഷഫി അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഉപഷഫി അക്ബർ, കളം ഒരുങ്ങിക്കഴിഞ്ഞു. EK വിഭാഗത്തിനും AP വിഭാഗത്തിനും ഇപ്പോൾ ഐക്യത്തോട് പൂർണ്ണ സഹകരണമാണ്. ഇനി ലയനമാണോ, സഹകരണമാണോ, മറ്റേതെങ്കിലും തരത്തിലുള്ള ഐക്യമാണോ? മുന്നിലുള്ള വഴികൾ എന്താണ്? വഴികൾ തുറക്കുകയല്ലേ? ഡോക്ടർ കുമാർ, നേരത്തെ സമസ്ത EK വിഭാഗത്തിന്റെ 100ാം വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിലൂടെയും തൊട്ടു പിന്നാലെ റിപ്പോർട്ടറിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലൂടെയും സുന്നി ഐക്യത്തിന് ആഹ്വാനം ചെയ്ത ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രസ്താവനയെ പൂർണ്ണമായിട്ടും AP വിഭാഗം സ്വാഗതം ചെയ്യുന്നുണ്ട്. ഐക്യം
അനിവാര്യമാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ അംഗീകരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ചില ഡിമാൻഡുകളും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. നേരത്തെ സമസ്ത പിളരാൻ കാരണമായത് എന്താണ്? വിദ്ആ പ്രസ്ഥാനങ്ങളുമായിട്ട് ചേർന്നു പോകുന്നത് മൂലമായിരുന്നു അന്ന് സമസ്ത പിളരുന്നത്. അതായത് ഐക്യത്തോടെ മുന്നോട്ട് പോയ സമയത്ത് അനൈക്യമുണ്ടാകാൻ കാരണമായത് ഐക്യസംഘം എന്ന് പറയുന്ന സംഘടനയായിരുന്നു. ഐക്യസംഘമാണ് പിന്നീട് മുജാഹിദ് പ്രസ്ഥാനമായി മാറിയത്. മുജാഹിദ് പ്രസ്ഥാനം പോലെയുള്ള വഹാബിസ്റ്റ് ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള സംഘടനകളുമായിട്ട് പൂർണ്ണമായിട്ടും വിട്ടുനിന്നതിനു ശേഷം മാത്രമായിരിക്കും ഐക്യം സാധ്യമാകുക എന്നുള്ളതാണ് IK സമസ്തയുടെ AP വിഭാഗം പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഭാഗത്ത് മുസ്ലിം ലീഗാണ് ഈ പറയപ്പെടുന്ന സമുദായങ്ങളെ ഒന്നാകെ ചേർത്ത് പിടിച്ചുകൊണ്ട്, സംഘടനകൾ ഒന്നാകെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ IK വിഭാഗം പൂർണ്ണമായിട്ടും മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന ഈ ആശയത്തിൽ നിന്നും പിന്നോട്ട് പോകണം. അവിടെ വളരെ കൃത്യമായിട്ടും സുന്നി ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് മാത്രമേ ഐക്യം സാധ്യമാകൂ എന്നുള്ളതാണ് AP വിഭാഗത്തിന്റെ നേതാവായിട്ടുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനി IK വിഭാഗം തയ്യാറാകുമോ എന്നുള്ളതാണ് കാണേണ്ടത്. തത്വത്തിൽ AP വിഭാഗം വളരെ കൃത്യമായിട്ടും മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കായി കണക്കാക്കപ്പെടുന്ന IK വിഭാഗത്തോട് നിങ്ങൾ മുസ്ലിം ലീഗിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് കടന്നു വരൂ, അപ്പോൾ നമുക്ക് ഐക്യത്തെക്കുറിച്ച് ആലോചിക്കാം എന്നുള്ളതാണ് AP വിഭാഗത്തിന്റെ പ്രഖ്യാപനത്തിലൂടെ, പ്രമേയത്തിലൂടെ വായിച്ചെടുക്കേണ്ടത്. അരുൺകുമാർ, താങ്ക് യു. മുബഷീറാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്.